അറബ് ലോകത്തെ പ്രഥമ ആണവ നിലയം പൂർണ്ണതോതിൽ പ്രവർത്തനം തുടങ്ങി. ബറാക്ക ആണവ നിലയത്തിന്റെ 4ാം യൂണിറ്റും വാണിജ്യാടിസ്ഥാനത്തിൽ ഉൽപാദനം തുടങ്ങിയതായി UAE അറിയിച്ചു. മേഖലയിലെ ഊർജ്ജോൽപാദന രംഗത്ത് ചരിത്രപരമായ കാൽവെപ്പാണ് UAE നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ മാർച്ചിൽ തന്നെ ആണവ നിലയത്തിന്റെ 4ാമത്തെ യൂണിറ്റ് പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമായിരുന്നുവെങ്കിലും വാണിജ്യാടിസ്ഥാനത്തിൽ പ്രവർത്തനം തുടങ്ങാനായി കുറച്ചു മാസങ്ങളുടെ കൂടി സമയം വേണമെന്ന് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുകയായിരുന്നു. ഇതിനുശേഷമാണ് നിലയം ഇപ്പോൾ പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമാക്കിയിരിക്കുന്നത്. നെറ്റ് സീറോയിലേക്കുള്ള UAEയുടെ യാത്രയിലെ വലിയൊരു ചുവടുവെപ്പാണിതെന്ന് UAE പ്രസിഡന്റ് ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ വിശേഷിപ്പിച്ചു. എമിറാത്തിയുടെ നേട്ടവും അറബ് ലോകത്തിന്റെ അഭിമാനവുമാണിതെന്ന് UAE വൈസ് പ്രസിഡന്റ് പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം പറഞ്ഞു. നിലവിൽ UAEയുടെ വൈദ്യുതി ആവശ്യങ്ങളുടെ 25% ബറാക്ക ആണവ നിലയം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. UAEയുടെ സുസ്ഥിര വൈദ്യുതോർജ്ജ നിർമ്മാണത്തിൽ കാര്യമായ സംഭാവന നൽകാൻ ബറാക്ക ആണവ നിലയത്തിലൂടെ സാധിക്കും. വർഷത്തിൽ 2.25 കോടി ടൺ കാർബൺ പുറന്തള്ളുന്നത് തടയാൻ ഈ പ്ലാന്റിനാകുമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. 2030 കാർബൺ പുറന്തള്ളൽ പൂജ്യമാക്കാനുള്ള രാജ്യത്തിന്റെ ശ്രമങ്ങളിൽ 24% വിജയം കൈവരിക്കാൻ ഇതോടെ കഴിഞ്ഞുവെന്നാണ് UAEയുടെ വിലയിരുത്തൽ. അതോടൊപ്പം ആണവ പദ്ധതികളെക്കുറിച്ചുള്ള ആശങ്കകൾ ഇല്ലാതാക്കാൻ അതിനൂതന നിർമ്മാണ സാങ്കേതിക രീതികൾ ഉപയോഗിച്ചടക്കമാണ് ബറാക്ക ആണവ നിലയം നിർമ്മിച്ചതെന്ന സവിശേഷതയുമുണ്ട്. 24 ദുബായ്.